ഹലോ ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീദ് മൻസൂദ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് രണ്ട് സന്തോഷങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പം ഏകദേശം 550 കടന്നിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ 1K എത്തി എൻ്റെ ചാനലൊന്ന് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അതാണ് ആഗ്രഹം. അപ്പം എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ ഒരു സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 താങ്ക്സ്, നന്ദി. പിന്നെ രണ്ടാമത്തെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന 9-ാം തീയതി, അതായത് മറ്റന്നാൾ, ഞാനൊരു കുഞ്ഞു വേഷം അഭിനയിച്ച ആസിഫ് അലി നായകനായിട്ടുള്ള ചിത്രം റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിന്റെ പേര് രേഖാചിത്രം എന്നാണ്. ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. കാവ്യ ഫിലിംസിന്റെ ആൻമെഗ മീഡിയയുടെയും ബാനറിൽ വേണു കുന്നപ്പിള്ളിയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. അതുപോലെ തന്നെ ജോഫിൻ ടി ചാക്കോ, അതായത് മമ്മൂട്ടി ചിത്രം ദ പ്രീസ്റ്റ്, അതിനുശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. എനിക്ക് തോന്നുന്നു നീണ്ട ഒരു 5-6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം പുതിയൊരു ചിത്രവുമായിട്ട് വരുന്നത്. ജോൺ മന്ത്രിക്കലാണ് ഇതിന്റെ തിരക്കഥ. അതുപോലെ അപ്പു പ്രഭാകറാണ് സിനിമാറ്റോഗ്രഫി, സമീറ സനീഷ് കോസ്റ്റ്യൂംസ്. എല്ലാവരും നല്ല പക്ക ടെക്നീഷ്യൻസ് ആണ്. അവരെല്ലാം അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം എന്താ പറയുന്നത്, നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലിയാണ് ഹീറോ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അനശ്വര രാജനാണ് ഹീറോയിൻ. അതുപോലെ തന്നെ നമ്മുടെ മനോജ് ചേട്ടനുണ്ട്, സിദ്ദിഖ് സാറുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുന്നത്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. അപ്പൊ സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നില്ല. സസ്പെൻസ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒരു പ്രത്യേക ഒരു ജേണറാണ് ഫിലിം. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അതായത് ഒരു പഴയ കാലഘട്ടത്തിന്റെ കഥയും ആയിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ കഥയോട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പറഞ്ഞിട്ട് അതിന്റെ ഒരു സസ്പെൻസ് ഞാൻ കളയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി തന്നെ കാണണം. അതിനുള്ള, എനിക്ക് തോന്നുന്നു, മലയാളത്തിലെ അടുത്ത ഒരു 100 കോടി അടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ക്യാരക്ടറാണ്. ഇതിലെ ഹീറോ വേഷം ചെയ്ത ആസിഫ് അലി, അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ടാണ്. അത്യാവശ്യം കുറച്ച് സീനുകളിൽ ഉണ്ട്. അത്ര വലിയ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഇത് ഫൈനൽ എഡിറ്റ് ആയതിനു ശേഷം എത്രമാത്രം ഉണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും കാണും. എത്രയൊക്കെ കട്ട് ചെയ്താലും അത്യാവശ്യം ഒരു 4-5 സീൻസിലെങ്കിലും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ അതിന്റെ കണ്ടാലേ എനിക്കതിന്റെ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിത്രം കാണണം. എൻ്റെ ചിത്രം എന്നുള്ള രീതിയിലല്ലാതെ നല്ലൊരു ആസിഫ് അലി ചിത്രം. അദ്ദേഹം നന്നായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ടെക്നിക്കലി ആണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ചിത്രം ഗംഭീരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത്. മികച്ച ഒരു എന്താ പറയുന്നത്, ദൃശ്യാവിഷ്കാരമായിരിക്കും. അപ്പോൾ ആ ഒരു ഏറ്റവും മികച്ച തിയേറ്ററിൽ നിന്ന് തന്നെ ചിത്രം കാണാൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ ചിത്രത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്. സോ വ്യാഴാഴ്ച 9-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രം കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക. ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഒരുപാട് സന്തോഷം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും പ്രേയേഴ്സും എല്ലാം എക്സ്പെക്ട് ചെയ്തുകൊള്ളുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.